ആ സീരിയൽ കില്ലറെയും കടത്തി വെട്ടിയിരിക്കുകയാണോ ജോളി? ഹാരൾഡ് ഷിപ്മാൻ ജോളിക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് മലയാളക്കര ഒന്നാകെ പറയുകയാണ്. കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് അത്രയേറെ കുപ്രസിദ്ധനാണ് സീരിയൽ കില്ലറായ ഹാരൾഡ് ഷിപ്മാൻ. മരണത്തിൻ്റെ മാലാഖയെന്ന് ലോകം വിശേഷിപ്പിച്ച ഹാരൾഡിനോട് ജോളിയെ ഉപമിക്കുന്നതിലൂടെ അന്വേഷണ ഉദ്യോഗസ്ഥനും മറ്റുള്ളവരും എന്താണ് ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക? ഔദ്യോഗിക രേഖകൾ പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ കൊലപ്പെടുത്തിയ കൊടും ക്രിമിനൽ ബ്രിട്ടീഷ് പോലീസിന്റെ കണക്ക് പ്രകാരം 215 പേരെ ഹാരൾഡ് കൊലപ്പെടുത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണക്ക് 250ഓളം കടന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പലപ്പോഴായി വ്യക്തമാക്കിയിരുന്നത്. 1970 മുതൽ 98 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ആ കൊലപാതകങ്ങളെല്ലാം. 98-ൽ ഇയാൾ പോലീസിന്റെ വലയിലായി. 200ഓളം പേരെയും കൊലപ്പെടുത്തിയത് സമാനമായ വിധത്തിൽ വേദനാസംഹാരിയായ ഡയമോർഫിൻ, അതായത് ഹെറോയിന്റെ മെഡിക്കൽ നാമം. ഡയമോർഫിൻ അമിത അളവിൽ കുത്തിവെച്ച് തന്നെയാണ്. എങ്ങനെയാണ് ഇത്രയേറെ കൊലപാതകങ്ങൾ ഒരാൾക്ക് ചെയ്യാനാവുകയെന്ന ചോദ്യം സ്വാഭാവികം. ഇവിടെ ജോളിയും ആ ചോദ്യം തന്നെയാണ് ഇപ്പോൾ ജോളിയോടും അതുതന്നെയാണ് സമൂഹ മനസാക്ഷി ചോദിക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്നെല്ലാം ഒരു തെളിവുമില്ലാതെ ഇത്രയും കാലം രക്ഷപ്പെട്ടു നിൽക്കാനായി എന്ന ചോദ്യം സ്വാഭാവികമായും ഇവിടെയും ഉയർന്നു വരികയാണ്. ഹാരൾഡിനെ സംബന്ധിച്ച് ഡോക്ടറായിരുന്നു. അയാളുടെ പല കൊലപാതകങ്ങളും സ്വാഭാവിക മരണം എന്ന മട്ടിൽ വിട്ടുകളഞ്ഞതാണ് പോലീസിനും മരിച്ചവരുടെ ബന്ധുക്കൾക്കും പറ്റിയ വലിയൊരു തെറ്റ്. അതിൻ്റെ മറവിൽ 2 പതിറ്റാണ്ടോളം അയാൾ തൻ്റെ രോഗികളെ പലതരത്തിൽ കൊന്നുരസിച്ചു. ഡോക്ടർ ഡെത്ത് എന്നും കുപ്രസിദ്ധനായ ഇയാൾ ലക്ഷ്യമിട്ടത് പ്രായം ചെന്ന രോഗികളെയായിരുന്നു. പക്ഷേ ഒരു വിനോദം പോലെ ഇത്രയേറെ കൊലപാതകങ്ങൾ നടത്തിയതിൻ്റെ കാരണം ഇന്നും അജ്ഞാതമായി തുടരുകയാണ്. ഇവിടെ ജോളിയുടെ മോട്ടീവ് വ്യക്തമാണ്, സ്വത്ത് തന്നെയാണ്. ഹാരൾഡിന്റെ ജീവിതം ആസ്പദമാക്കി BBC ദി ഹാരൾഡ് ഷിപ്മാൻ ഫയൽസ് എ വെരി ബ്രിട്ടീഷ് ക്രൈം സ്റ്റോറി എന്ന ഡോക്യുമെന്ററി വരെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരും ഹാരൾഡിന്റെ മരണസിറിഞ്ചിന് ഇരയായ രോഗികളുടെ ബന്ധുക്കളും പറയുന്ന കാര്യങ്ങളായിരുന്നു. ആ കാര്യങ്ങളെ ഞെട്ടലോടെയാണ് ലോകം കേട്ടത്. ഇപ്പോൾ ജോളിയെയും ലോകം, കേരളം, മലയാളികളുള്ളിടത്തെല്ലാം ഞെട്ടലോടെ കേൾക്കുന്നു. 1946 നോട്ടിംഗ്ഹാമിലാണ് ഹാരൾഡിന്റെ ജനനം. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അതിബുദ്ധിമാൻ, ക്ലാസ്സിലെ 1ാം സ്ഥാനക്കാരൻ, അധ്യാപകരുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി, മികച്ച ഒരു അത്ലറ്റുമായിരുന്നു ഹാരൾഡ്. റഗ്ബി ആയിരുന്നു പ്രിയ വിനോദം. ഇവിടെ ജോളി ജനിച്ച നാട്ടിൽ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവൾ, വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി. ഇങ്ങനെ ഒരു മുഖം ജോളിക്കുണ്ടെന്ന് ഇപ്പോഴും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. സമാനമായ ചില കാരണങ്ങൾ ഇവിടെയുമുണ്ട്. ജോളി ഒരുപക്ഷെ ഹാരൾഡിനെയും വെല്ലുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. എന്നിട്ടും അതിക്രൂരമായി പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പ്രായം ചെന്ന ആൾക്കാരെ വരെ ഇത്തരത്തിൽ അതിക്രൂരമായി സൈനൈഡ് കൊടുത്ത് കൊന്ന ജോളി ഇത്രയും നാൾ മുഖം സമൂഹത്തിന് മുന്നിൽ മറച്ചു പിടിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് നിരത്തിയത്? സമൂഹത്തിൽ സഹായഹസ്തവുമായി എല്ലാവരുടെയും ഇടയിൽ ജോളിയുണ്ട്. എന്തിനും ഏതിനും ഏതാവശ്യത്തിനും ചുറ്റുമുള്ളവർക്കും ജോലിയുണ്ട്. പേര് പോലെ തന്നെ അവർ ജോളിയാണെന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ അവർക്കിപ്പോഴും വിശ്വസിക്കാനാകുന്നില്ല. ഹാരൾഡ് സമാനമായി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഒരുപക്ഷെ ആ ഇംഗ്ലീഷ് കില്ലറെ അനുസ്മരിപ്പിക്കും വിധം ഇപ്പോൾ ജോളി ഇങ്ങ് കേരളത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത് ഒരു വലിയ ചോദ്യമാണ് സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. ഹാരൾഡിന്റെ കാര്യത്തിൽ മരിച്ചുപോയവരുടെ ബന്ധുക്കൾ ഒരുപക്ഷെ പരാതിയുമായി രംഗത്ത് വരാത്തതാണ് ഇത്രയും പേരെ കൊന്നൊടുക്കാൻ ആ സീരിയൽ കില്ലറിന് പ്രേരകമായതെങ്കിൽ, ഇവിടെ ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പരാതികൾ ജോളി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയത്തിൽ ചില പരാതികൾ വന്നു. സ്വത്ത് തർക്കമടക്കം പരാതികളായി വന്നെങ്കിൽ പോലും അത് അർഹിച്ച ഗൗരവത്തോടെ പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ള മുറവിളികളും ഇപ്പോൾ ഉയരുകയാണ്. ഏതായാലും ജോളി ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തത് എന്നത് വ്യക്തം. ഒരുപാട് കറുത്ത കൈകൾ ഇതിന് പിന്നിലുണ്ടാകാം. വരും ദിവസങ്ങളിൽ അതൊക്കെ മറനീക്കി പുറത്തു വരുമ്പോൾ കേരളത്തിന് വ്യക്തമായൊരു ചിത്രം കിട്ടും. ഏതായാലും ഹാരൾഡിന്റെ ജീവിതം അത് സിനിമയായി, ഡോക്യുമെന്ററിയായി, ഇന്നും ഒരു പേടി സ്വപ്നമായി പുസ്തക രൂപത്തിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതാ ജോളിയും.